ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി ശ്രീധർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് നാടും നഗരവും ആവേശത്തിലാക്കി കലാശക്കൊട്ടോടെ സമാപനമായി. പത്തനംതിട്ട ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധി എംപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ ദേശീയ സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ തുടങ്ങിയ വലിയ നിരയാണ് പരസ്യപ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാൻ എത്തിയത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിനം മാത്രം ശേഷിക്കെ 9 നടക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് അധികാരികളും പ്രധാന മുന്നണികളും. തിരഞ്ഞെടുപ്പ് ദിനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാൻ പത്തനംതിട്ട ജില്ലയിലെ കണക്കുകൾ പ്രകാരം ആകെ 9,74,802 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 5,08,251 സ്ത്രീകളും 4,66,546 പുരുഷന്മാരും ഉൾപ്പെടുന്നു. 5 ട്രാൻസ്ജെൻഡർമാരും ഉണ്ട്. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ 5 നിയോജക മണ്ഡലങ്ങളിലായി 25 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ട ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ അനുവദനീയമല്ലെന്നും പോളിംഗ് ബൂത്തിലെ പ്രവേശന കവാടത്തിന് പുറത്തുള്ള മൊബൈൽ ഡിപ്പോസിറ്ററിയിൽ സമ്മതിദായകർക്ക് ഫോൺ സൂക്ഷിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും 100% വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. തിരുവല്ല, റാന്നി നിയോജക മണ്ഡലങ്ങളുടെ കേന്ദ്രം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജും ആറന്മുള, അടൂർ എന്നിവയുടെ കേന്ദ്രം ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിലും കോന്നി നിയോജക മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രം മലയാലപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുമാണ്. തിരഞ്ഞെടുപ്പ് നിയമലംഘനം സി-വിജിൽ ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാം. വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പ് വിതരണം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ വായിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി വോട്ടർമാരുടെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ എന്നിവ വലിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോം വോട്ടിംഗ് ജില്ലയിൽ പൂർത്തിയായതായും 96.87% പേർ വോട്ട് രേഖപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. 6000-ഓളം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ക്രമസമാധാനത്തിനായി കേന്ദ്രസേനയും പോലീസും സുസജ്ജമാണ്. 25 സ്ത്രീ സൗഹൃദ ബൂത്തുകളും 25 മാതൃകാ പോളിംഗ് ബൂത്തുകളും 25 പ്രശ്നബാധിത ബൂത്തുകളുമാണ് ജില്ലയിൽ ഉള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തത്സമയ അൾട്രാവയലറ്റ് സൂചിക പ്രകാരം ഏറ്റവും കൂടുതൽ അളവിൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ച 5 ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ്. ജില്ലയിലെ കോന്നിയിൽ അൾട്രാവയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതീവ ജാഗ്രത പുലർത്തേണ്ട ഓറഞ്ച് മുന്നറിയിപ്പാണ് ജില്ലയിൽ കുറച്ചു ദിനങ്ങളായി തുടരുന്നത്. സംസ്ഥാനത്ത് അങ്ങിങ്ങായി വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂട് ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ജില്ലയിൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും കനത്ത ചൂടിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കനത്ത ചൂടിൽ നിർജ്ജലീകരണ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കണം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. വെയിലത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കാനും ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കണം. പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ ചികിത്സാ വിവരങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ, ഇൻസുലിൻ ഡോസ് എന്നിവ കയ്യിൽ കരുതണമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.